ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 10-15 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇവയെല്ലാം ആഡ് ചെയ്ത് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 or 2 hours ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു കടായി പാനിൽ വെച്ചിട്ട് ഒരു 1/2 കിലോ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. റോ മസാലാസും കൂടി ചേർത്തിട്ട് ഒരു 5-6 തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒരു 1/4 വേവാകുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ സമയം ഞാനിവിടെ ബസ്മതി അരിയെല്ലാം വേവിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ദം ചെയ്യാൻ ആദ്യം കുറച്ച് ചോറ് ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതാണ് ഞാനിങ്ങനെ ഒഴിച്ചതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറത്തുള്ള കുറച്ച് കുരുമുളകും ഗരം മസാലയും കൂടെ ഞാനൊന്ന് വെതറിയിട്ടുണ്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ചിക്കൻ്റെ ഗ്രേവി ചിക്കനും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ഒരു ലെയറും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ബാക്കി ചോറും കൂടെ തട്ടിയിട്ട് വീണ്ടും സെയിം ഇതേ പ്രൊസീജിയർ തന്നെ ആവർത്തിക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, പുതിനയില, ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ ഇതെല്ലാം വെതറി അതിന് മീതെ നമ്മൾ കുറച്ച് സവാള മുരിച്ചത്, കുറച്ച് കാഷ്യൂ ഇതെല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്ത് കുറച്ച് നെയ്യും കൂടെ തൂങ്ങി കൊടുത്തിട്ടുണ്ട്. അതിൽ കാണിച്ചിട്ടില്ല. ശേഷം ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ദം ചെയ്ത് പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത്. നല്ല സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിന് സേവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ള